ദേവനാഥത്തിന് മഹത്വം ഉണ്ടാട്ടെ. നോമ്പിൻ്റെ 22-ാം ദിവസമായ ഇന്നത്തെ ചിന്താവിഷയം ജാഗ്രത എന്നതാണ്. ഈ ഭൂമിയിൽ മനുഷ്യജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. പാമ്പിനെ പോലെ സൂക്ഷ്മയും പ്രാവിനെ പോലെ കപടമില്ലാത്തവരുമായിരിക്കണം. അതോടൊപ്പം ദൈവത്തെ മറക്കാതിരിക്കാനും കഴിയണം. ദൈവത്തെ മറന്നുള്ള വാക്കും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമാകുന്നു. അതിനാൽ നാം ജാഗ്രതയുള്ളവരായി മാറേണ്ടതാണ്. ജാഗ്രതയായി ബന്ധപ്പെട്ട് 2 ചിന്തകൾ നമുക്ക് നോക്കാം. 1. വിശ്വാസം തകരാതിരിക്കാൻ ജാഗ്രത വേണം. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് വിശ്വാസം തകരുക. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം തകർക്കാൻ പല കൊടുങ്കാറ്റുകളും കടന്നു വരും. അതിനാൽ ജാഗ്രത ആവശ്യമാണ്. 2. പിശാച് ബാധ ഏൽക്കാതിരിക്കാൻ ജാഗ്രത വേണം. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അലർന്ന സിംഹം പോലെ അലഞ്ഞു നടക്കുന്നു. അതിനാൽ ജാഗ്രത ആവശ്യമാണ്. ലൂക്കോസ് 4:33 പള്ളിയിൽ ഒരു അശുദ്ധഭൂതം ബാധിച്ച മനുഷ്യൻ ഉണ്ടായിരുന്നതായി കാണാം. അശുദ്ധഭൂതം ബാധിച്ചവൻ എവിടെയും കടന്നു ചെല്ലാം. പിശാച് ബാധ ഏറ്റവനെ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല, എന്നാൽ അവൻ്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളും അതിൻ്റെ പരിസരങ്ങളിൽ കൂടുതലായി ലഹരിയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കാണാൻ സാധിക്കും. പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ അവർ അതിനെ അടിമകളാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നാം ജാഗ്രതയുള്ളവരായി ഇരുന്നാൽ അതിൽ നാം വീണു പോകുകയില്ല. യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട അനീതി ചെയ്യാനും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാനും കഴിയില്ല. പൈശാച് ശക്തി പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെയാണ്. അതിന് അടിമപ്പെടാതിരിക്കാൻ സ്വയം പരിശോധനയും ജാഗ്രതയും വേണം. അതിനാൽ ഈ നോമ്പുകാലം വിശ്വാസം തകരാതെ, വിവേകം നഷ്ടപ്പെടാതെ ജാഗ്രതയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.